ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം വ്യാപകമാകുകയാണ്. ടെസ്റ്റ് ബഹിഷ്കരിക്കാനും കരിദിനം ആചരിക്കാനുമാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് 2 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതോടെയാണ് കടുത്ത പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയത്. തിരുവനന്തപുരം, എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്രതിഷേധം ശക്തമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരീക്ഷാ പരിഷ്കാരം അപ്രായോഗികമാണ് എന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടിയാക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനാണ് പ്രതിഷേധിക്കുന്നത്. CITU, INTUC, BMS സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കുലർ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് യൂണിയനുകൾ. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുമെന്നും RTO ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സഹകരിക്കില്ലെന്നും സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. ടെസ്റ്റ് വെട്ടിച്ചുരുക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥ ക്ഷാമം പരിഹരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്ത് 7000-ലധികം ഡ്രൈവിംഗ് സ്കൂളുകളെയും 1 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെയും ഈ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ പറയുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ല. എന്നാൽ നിലവിലെ സർക്കുലർ പിൻവലിച്ച് ചർച്ച നടത്തി മാറ്റങ്ങൾ വരുത്താൻ അധികാരികൾ തയ്യാറാകണം എന്നാണ് ആവശ്യം. ഓട്ടോമാറ്റിക് വണ്ടികൾ പാടില്ല എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പഠിതാക്കൾക്ക് ബുദ്ധിമുട്ടാണെന്നും സ്കൂളുകൾ പറയുന്നു. പ്രതിഷേധം കണക്കിലെടുത്ത് പരിഷ്കാരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നും ഗതാഗത മന്ത്രിയുടെ ആരോപണമുണ്ട്. ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട്. നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചു. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും. വ്യാജ റസീത്ത് ഉണ്ടാക്കി നികുതി വെട്ടിച്ചെന്നും മന്ത്രി ഗണേഷ് കുമാർ ആരോപിക്കുന്നു. അതിനിടെ പുതിയ സർക്കുലർ ഇറങ്ങാത്തതിനാൽ നിലവിലെ രീതിയിൽ ടെസ്റ്റ് തുടരുമെന്നും മോട്ടോർ വെഹിക്കിൾ അധികൃതർ അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധമുയർന്നിരുന്നു. ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടായിരുന്നില്ല. പ്രതിദിനം 30 ലൈസൻസ് പരീക്ഷകൾ, H പരീക്ഷകൾക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി പുതിയ ടെസ്റ്റ്, 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ പരിഷ്കാരങ്ങൾ മെയ് 2 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. പുതിയ ട്രാക്ക് ഒരുക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ പുതിയ ട്രാക്കുകൾ ഉണ്ടാക്കിയുമില്ല. ട്രാക്ക് ഒരുക്കാതെ പരിഷ്കാരത്തെ തടയാനായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളുടെ നീക്കം. എന്നാൽ ചില ഇളവുകൾ വരുത്തി പരിഷ്കാരം തുടരാൻ മന്ത്രി തീരുമാനിച്ചു. പ്രതിദിനം 30-ൽ നിന്നും 60 ടെസ്റ്റാക്കി ഉയർത്തി. പുതിയ ട്രാക്ക് ഒരുക്കുന്നത് വരെ H ടെസ്റ്റ് തുടരും. H ടെസ്റ്റിന് മുൻപ് റോഡ് ടെസ്റ്റ് നടത്തണം തുടങ്ങിയ ക്രമീകരണങ്ങളാണ് തുടരുന്നത്. റോഡ് ടെസ്റ്റിന് ശേഷം H ടെസ്റ്റ് നടത്തുക. ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക. ഡ്രൈവിംഗ്, വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ്. പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം. പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത 40 പേർക്കും തോറ്റവർക്കുമുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ 20 പേർക്കുമായി 60 പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം. മാറുന്ന സമൂഹത്തിൽ മാറ്റം അനിവാര്യമാണ്. എന്നാൽ അധികാരികളുടെ തീരുമാനങ്ങൾ പൊതുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്.